ഒരു പെൺകുട്ടിയെ പ്രണയിച്ചു കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ജാതകം നോക്കാൻ പാടില്ല, പൊരുത്തം നോക്കാൻ പാടില്ല എന്ന് ജ്യോതിഷത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ പ്രണയിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഒരു പൊരുത്തവും നോക്കേണ്ട കാര്യമില്ല എന്ന് വളരെ ആധികാരികമായിട്ട് തന്നെ പറയുന്നുണ്ട്. പൊരുത്തമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം മനപ്പൊരുത്തത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ജ്യോതിഷത്തിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ വിവാഹാദി മംഗള കർമ്മങ്ങൾ ഒരു വ്യക്തിക്ക് ഏത് പ്രായത്തിൽ നടക്കണം, എങ്ങനെ നടക്കണം, ഏത് വിവാഹം സ്വീകരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. വിവാഹം നടക്കാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അനുഷ്ഠിക്കേണ്ടത് തുടങ്ങിയവയെല്ലാം ജ്യോതിഷത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്നാൽ പിന്നെ താങ്കൾ എന്താ ചെയ്യാത്തത് എന്നുള്ളത്. വേറൊന്നുമല്ല, എൻ്റെ മനസ്സ് എന്നോട് പറയണ്ടേ വിവാഹം കഴിക്കാൻ. അത് പറയാത്തിടത്തോളം ഞാനും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ജ്യോതിഷത്തിൽ ഇതിനെല്ലാം പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. നമസ്തേ. രുദ്രധാര ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുന്നത് വിവാഹത്തോടു കൂടിയാണ്. ആ വിവാഹത്തിൽ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ കാമ, ക്രോധ, ലോഭ, മോഹങ്ങൾ എല്ലാം തന്നെ ഒരുക്കുന്ന സാഹചര്യം കൂടിയായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. അതിൽ ദീർഘകാലം സുഖമായി ജീവിക്കാൻ ചില പൊരുത്തങ്ങൾ നോക്കാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രാശിപ്പൊരുത്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാശ്യാധിപൊരുത്തം പറയുന്നുണ്ട്, വശ്യപ്പൊരുത്തം പറയുന്നുണ്ട്, മഹേന്ദ്രപ്പൊരുത്തം പറയുന്നുണ്ട്, ഗണപ്പൊരുത്തം പറയുന്നുണ്ട്, യോനിപൊരുത്തം പറയുന്നുണ്ട്, ദിനപ്പൊരുത്തം പറയുന്നുണ്ട്, സ്ത്രീ ദീർഘപ്പൊരുത്തം പറയുന്നുണ്ട്, രജു വേദം, ഇത്രയും പൊരുത്തങ്ങളെക്കുറിച്ച് നോക്കാറുണ്ട്. പക്ഷെ എന്നൊക്കെ ആണെങ്കിലും നമ്മൾ ഒരു വ്യക്തിയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അഗ്നിസാക്ഷിയായിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും 6 കർമ്മങ്ങൾ കൂടിയുണ്ട്. ആ 6 കർമ്മങ്ങൾ എന്ന് പറയുന്നത് 1 താലികെട്ടലും, 2 മാലയിടിയിലും, 3 വസ്ത്രധാരണവും, അതുപോലെ തന്നെ വസ്ത്രദാനം, അത് രണ്ടും ഒന്നായിട്ട് തന്നെ കണക്കാക്കാം. അതുപോലെ തന്നെ കന്യാദാനം, പ്രദക്ഷിണം, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഹൈന്ദവ വിശ്വാസ പ്രകാരം പറയപ്പെടുന്നത്. ഓരോ മതവിശ്വാസത്തിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കാം. അതിൽ തന്നെ ആദ്യം തന്നെ വിവാഹത്തിന് തിരഞ്ഞെടുക്കേണ്ട പ്രായം എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സംഖ്യയും, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇരട്ട സംഖ്യയും തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ ഇനി പലർക്കും വിവാഹം നടക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അല്ലേ? ആൺകുട്ടികൾക്കാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അത് എല്ലാം കൊണ്ടും വിവാഹത്തിനൊത്ത സാഹചര്യമാണ്, പക്ഷെ കല്യാണം നടക്കുന്നില്ല. നല്ല ജോലിയുണ്ട്, നല്ല കുടുംബം, പ്രായം അധികമാകുന്നു അല്ലേ? പക്ഷെ എന്തൊക്കെയാണെങ്കിലും വിവാഹം ഒരു തരത്തിൽ നടക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? ആദ്യം തന്നെ നിങ്ങളൊരു ജ്യോതിഷനെ കണ്ട് ഗ്രഹനില പരിശോധിക്കുക. ഏത് ഗ്രഹമാണ് നീചസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പരിഹാരം ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇനി അതിനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല, അങ്ങനെ പോകാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും വിവാഹ തടസ്സം മാറുന്നതിന്? അതുപോലെ തന്നെ എന്താ പറയുന്നത്, ആ ഒരു വധു ജീവിതത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു വരൻ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദുരിതം ഉണ്ടാവാൻ പാടില്ല. അതിനല്ലേ ഈ പൊരുത്തങ്ങളെല്ലാം നോക്കുന്നത്. ദുരിതം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മനപ്പൊരുത്തമാണ് ഏറ്റവും പ്രധാനം. മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം കൂടെ വന്നോളൂ. അപ്പോൾ നടക്കാൻ എന്ത് ചെയ്യണം, വിവാഹം നടക്കാൻ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, കല്യാണപ്രായം കഴിഞ്ഞു എങ്കിൽ ചെയ്യേണ്ടത്, പാർവതീ സമേതനായിരിക്കുന്ന ശിവൻ, ആ ക്ഷേത്രം, പാർവതീ സമേതനായിരിക്കുന്ന ശിവക്ഷേത്രത്തിൽ ചെന്ന് സ്വയംവര മന്ത്രാർച്ചന നടത്താനല്ല പറയുന്നത്. പൈസ കൊടുത്തുള്ള ഒരു പരിപാടിയും വേണ്ട. സ്വയംവര മന്ത്രം ഉരുവിടുക. 9 തിങ്കളാഴ്ച ഇതാ ചെയ്യേണ്ടത്. 9 തിങ്കളാഴ്ച പാർവതിയോടൊപ്പം ഇരിക്കുന്ന പരമശിവൻ,
അവിടെ ഉമാമഹേശ്വര ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, ഗൗരീശങ്കര ക്ഷേത്രമുണ്ട്, രണ്ടുപേരോട് ഒരുമിച്ചിരിക്കുന്നത്. ആ ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഇതുപോലെ സ്വയംവര മന്ത്രം ഉരുവിടുക. തിങ്കളാഴ്ച 1. 2, തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഒരു കാരണവശാലും മാറരുത്. വിവാഹം കഴിയുന്നത് വരെ ആ വ്രതം ഒരിക്കലും നിർത്താൻ പാടില്ല. വിവാഹം കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് ചെയ്തു. അത് ആണിനും ചെയ്യാം പെണ്ണിനും ചെയ്യാം. തിങ്കളാഴ്ച വ്രതം. പണ്ടുള്ളവർ പറയാറില്ലേ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് നല്ല ഭർത്താവിനെ കിട്ടാനാണെന്ന്. ശരിക്കും വിവാഹം നടക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ചൊവ്വാദോഷമുള്ളവർക്ക് ഈ പറയുന്ന പോലെ വിവാഹം നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച വ്രതം എടുക്കുക. അതും 9 ദിവസം തന്നെയാണ് പറയുന്നത്. ചൊവ്വാഴ്ച വ്രതം. ആ ചൊവ്വാഴ്ച വ്രതം ചിലപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് മാസത്തിൽ 4 ചൊവ്വാഴ്ച എടുക്കാൻ പറ്റില്ല എന്ന് ഇരിക്കും. അത് കുഴപ്പമില്ല. ആർത്തവമുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വ്രതമൊക്കെ എടുക്കാം. അതിനകത്തൊന്നും യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മതി. അത് വലിയ കാര്യമായിട്ട് നോക്കണ്ട. ആർത്തവം സംബന്ധിച്ച് പറയുമ്പോൾ ചിലർ ടാബ്ലറ്റ് ഒക്കെ എടുത്ത് കഴിച്ചിട്ട് ഇത് വ്രതം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അതൊന്നും ചെയ്യരുത്. ഭാവിയിൽ അതൊക്കെ ഭയങ്കര ദോഷം ചെയ്യും കേട്ടോ. നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ ടാബ്ലറ്റ് ഒക്കെ കഴിക്കാറില്ലേ, അതൊന്നും യാതൊരു കാരണവശാലും ചെയ്യരുത്. കാരണം അത് അറിയാലോ, അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയാലോ. അതുകൊണ്ട് പണ്ടുള്ളവർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, അറിയാമോ? അതും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം. നമ്മുടെ ചാനൽ അങ്ങനെയാണല്ലോ, പഴയ കാര്യങ്ങളാണല്ലോ പറയുന്നത്. കവുക് എന്ന് പറഞ്ഞാൽ അടയ്ക്കാമരവും തെങ്ങും ഒരു സ്ഥലത്തുണ്ടോ എന്ന് പോയി നോക്കുക. രണ്ടും അടുത്തടുത്താണ് നിൽക്കുന്നതെങ്കിൽ, താഴ്ന്ന വിധാനങ്ങളിലാണെന്നുണ്ടെങ്കിൽ രണ്ടിൻ്റെയും, അടയ്ക്കാമരത്തിൻ്റെ ഓലയും തെങ്ങിൻ്റെ ഓലയും കൂടെ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് കെട്ടുക. ആ സ്ത്രീക്ക് ആർത്തവം സംഭവിക്കില്ല. മാത്രമല്ല ആ കെട്ടഴിക്കാൻ പാടില്ല. എപ്പോഴാണോ നിങ്ങളത് അഴിച്ചിടുന്നത് ആർത്തവം ഉണ്ടാവും. അത് മറ്റൊരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ വന്ന് അഴിച്ചിട്ടാലും മതി, ഇത് അഴിഞ്ഞു പോയാലും മതി, ആർത്തവം ഉണ്ടാവും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ചെയ്തിരുന്ന പലരും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആർത്തവമാണെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല. ഇതുണ്ടെങ്കിലല്ലേ കല്യാണമുള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. ചൊവ്വാഴ്ച വ്രതം എടുക്കുക. പറ്റുന്ന ദിവസം ചൊവ്വാഴ്ചകളിൽ കുമാരസ്വാമി എന്ന് പറഞ്ഞാൽ അറിയാലോ, മുരുകന് ചെന്ന് പഞ്ചാമൃതം നടത്താൻ പറ്റുമെങ്കിൽ നടത്തുക. അല്ലെങ്കിൽ മുരുകസ്തുതികൾ ജപിച്ചാലും മതി. ഇതാണ് പ്രധാനമായിട്ട് വിവാഹം നടക്കാൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ 9 ആഴ്ച 9 ദിവസങ്ങളിൽ ഇത് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് ദുരിതവും ദുഃഖവും പ്രശ്നങ്ങളും ഒക്കെയാണ്, ദാമ്പത്യ പ്രശ്നങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, സാമ്പത്തിക പ്രശ്നമല്ല, ദാമ്പത്യ പ്രശ്നങ്ങളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമി അറിയാലോ, വിവാഹം കഴിയാത്ത വ്യക്തി. അപ്പോൾ ഹനുമാൻ സ്വാമി, എന്നാൽ ഭാര്യ ഉണ്ടെന്നൊരു കഥയുണ്ട് കേട്ടോ, അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഹനുമാൻ സ്വാമിയെ നന്നായിട്ട് എന്ത് ചെയ്യുക, ഭജിക്കുക. പറ്റുമെങ്കിൽ വെറ്റിലമാല കൊടുക്കൂ. നന്നായിട്ട് ആ ധ്യാനം, മനോജപം, മാരുത തുല്യവേഗം, ജിതേന്ദ്രിയം, ബുദ്ധിമതാം വരിഷ്ടം, പദാത്മജം, മനരൂപമുഖ്യം, ശ്രീരാമദൂതം മനസാസ്മരാമി, ഇതെങ്കിലും പറ്റുമെങ്കിൽ ചൊല്ലുക. കാര്യങ്ങൾ ഏകദേശമൊക്കെ റെഡിയാവും. ഇനി അടുത്തത്, വിവാഹം എങ്ങനെയുള്ളതായിരിക്കണം അതുകൂടി പറയാം. ഏത് വിവാഹമാണ് തിരഞ്ഞെടുക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, പ്രണയവിവാഹമാണോ ഒന്നും നോക്കരുത്, നോക്കുന്നത് ശരിയല്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ജീവിതം ഒരുവിധം കൊഞ്ഞാട്ടയായി പോകും. അപ്പം അതുകൊണ്ട് ആ പണിക്ക് പോകണ്ട. അപ്പോൾ വിവാഹം എങ്ങനെയുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഭാവി, നിങ്ങൾക്ക് ജനിക്കാനിരിക്കുന്ന പുത്രന്മാരോ പുത്രിമാരോ, അവരുടെ ജീവിതം, അവരുടെ എങ്ങനെ പോവും, അവരുടെ ലൈഫ്, അവരുടെ ഭാവി എങ്ങനെയായിരിക്കും, അതെല്ലാം ഈ വിവാഹത്തിൽ പറയപ്പെടുന്നുണ്ട്. അതിനാണ് ഈ പൊരുത്തങ്ങൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം ഉണ്ടാവുമോ പുരുഷന്, അല്ലെങ്കിൽ സ്ത്രീക്ക് പരപുരുഷ ബന്ധം ഉണ്ടാവുമോ പിന്നീടുള്ള ജീവിത കാലയളവിൽ ഉടനീളം, അതിനൊക്കെയാണ് ഇത് നോക്കുന്നത്. ഇതെല്ലാം വ്യക്തമായിട്ട് ജ്യോതിഷത്തിൽ പറയുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ്, എത്ര തരം വിവാഹങ്ങളുണ്ടെന്ന് നോക്കാം. 8 തരം വിവാഹങ്ങളുണ്ട്. 8 തരത്തിൽ നമുക്ക് ഏതൊക്കെ തിരഞ്ഞെടുക്കാം എന്നുള്ളത്. അവസാനത്തെ ഒരെണ്ണം ഒരു കാരണവശാലും തിരഞ്ഞെടുക്കരുത് എന്നുള്ളതേ ഉള്ളൂ. 8ാമത്തെ അത് തിരഞ്ഞെടുക്കാൻ പാടില്ല, ബാക്കി ഉള്ളത് തിരഞ്ഞെടുക്കാം. പക്ഷേ സാധാരണക്കാരന്, ബ്രാഹ്മണനല്ലാത്ത വ്യക്തിക്ക് പറഞ്ഞിട്ടുള്ള വിവാഹങ്ങളും പറയപ്പെടുന്നുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. ബ്രഹ്മം, ദേവം, ആർഷം, പ്രാജാപത്യം, ആസുരം, ഗാന്ധർവം, രാക്ഷസം, പൈശാചം. ഇങ്ങനെ 8 തരത്തിലുള്ള വിവാഹങ്ങളാണ് സാധാരണയായിട്ട് ഉള്ളത്. ഈ 8 തരത്തിലുള്ളതാണെങ്കിലും 8ാമത്തത് പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നിന്ദ്യമാണ്, അതുപോലെ തന്നെ അധമമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്.
ആദ്യം പറഞ്ഞ നാലെണ്ണം എന്ന് പറയുന്നത് ബ്രഹ്മം, ദേവം, ആർഷം, പ്രാജപത്യം. ഇത് ബ്രാഹ്മണന്മാർക്ക് പറഞ്ഞിട്ടുള്ള വിവാഹ രീതിയാണ്. എന്നാൽ പിന്നീട് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവർക്കെല്ലാം സ്വീകരിക്കാം എന്നുള്ളതാണ്. അതിൽ നമുക്ക് ആദ്യത്തെ തന്നെ ഒന്ന് പറയാം. വിശേഷ വസ്ത്രം കൊണ്ട് കന്യാവരന്മാരെ ആച്ഛാദനം ചെയ്യുക. അത് അലങ്കാരത്തോടെ ഇവരെ രണ്ടുപേരെയും പൂജിച്ച് വരന് കന്യാദാനം ചെയ്യുന്ന ചടങ്ങിനെയാണ് ഈ പറയുന്ന ബ്രാഹ്മം എന്ന് പറയുന്നത്. ബ്രാഹ്മം എന്നാണ് ഈ പറയുന്നത്. ഇത് ദൈവമാണ്. ജ്യോതിഷ്ഠോദാദി യജ്ഞം ആരംഭിച്ച് കന്യകയെ വരന് സമർപ്പിക്കുന്ന ചടങ്ങിനെയാണ് ദൈവം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നതുണ്ട് ആർഷം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഇതും ബ്രാഹ്മണന് പറഞ്ഞിട്ടുള്ളതാണ്. ആർഷം എന്ന് പറയുമ്പോൾ ഒന്നോ രണ്ടോ ജോഡി പശുവിനെയോ കാളയോ സ്വീകരിച്ചുകൊണ്ട് ഒപ്പം കന്യകയും കൂടെ കൊണ്ടുപോകുന്നു, അല്ലെ കന്യകയും കൂടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുക എന്ന് പറയുന്ന ചടങ്ങിനെയാണ് നമ്മൾ ആർഷം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് നാലാമത്തെ വരിക എന്ന് പറയുന്നത് പ്രജാപത്യം എന്നുള്ളതാണ്. എന്താണ് പ്രജാപത്യം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? കന്യകയെ പൂജിച്ച് വരന് സമർപ്പിക്കുന്നു. നിങ്ങൾ ധർമാനുഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ അനുസൃതമായിട്ട് ജീവിക്കുക, ധർമ്മത്തിൽ നിന്നും വ്യതിചലിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞ് കന്യകയെ മാത്രമായിട്ട് വിധിപ്രകാരം കൊടുക്കുന്ന ചടങ്ങിനെയാണ്, കൂടെ വേറൊന്നും കൊടുക്കുന്നില്ല, അതിനെയാണ് പ്രജാപത്യം എന്ന് പറയുന്നത്. വളരെ നല്ലൊരു സംഭവമാണത്, അല്ലേ? സ്ത്രീധനം ഒന്നും കൊടുക്കാതെ തന്നെ സ്ത്രീയെ വെളി കഴിക്കുക അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുക എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് ആസുരമാണോ? ആസുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർണവും പണവും ഒക്കെ കൊടുത്ത് കന്യകയെ കൈമാറുന്ന പരിപാടി ഇന്നതല്ലേ നടക്കുന്നത്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനെയാണ് നമ്മൾ ആസുരം എന്ന് പറയുന്നത്. ഉള്ളത് കഴിവ് പോലെ പെൺകുട്ടിക്ക് കൊടുത്ത് ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് ആസുരം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഗാന്ധർവമാണ്. ഗാന്ധർവം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നു, വീട്ടുകാരുടെ സമ്മതം, രണ്ടുപേർക്കും സമ്മതം, ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു, വേറൊന്നുമില്ല, അവിടെയും ഒന്നും സ്വീകരിക്കുന്നില്ല. അതാണ് ഗാന്ധർവം എന്ന് പറയുന്നത്. ഇനി അവസാനത്തത് പൈശാചം. സ്ത്രീയുടെ സമ്മതമില്ലാതെ ബലാത്കാരമായിട്ട് കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ സ്ത്രീത്വം അപഹരിക്കുക, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ മയക്കി കിടത്തി സ്വന്തം അഭിലാഷം നടപ്പിലാക്കുക എന്നുള്ളത്, ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഒരു ഉപഭോഗ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് പൈശാചം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് തുടക്കത്തിൽ പറയുന്നത് നിഷിദ്ധമാണ് എന്ന് ഉള്ളത്. അപ്പം ഇപ്രകാരം 8 തരത്തിലുള്ള വിവാഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 4 ബ്രാഹ്മണന്മാർക്കുള്ള ചടങ്ങാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഏവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞുള്ള സ്ത്രീ സംഗമത്തിനെ കുറിച്ചും പറയണം. അതുകൊണ്ട് തന്നെ പറയുന്നു, കറുത്തവാവ് ദിവസങ്ങളിൽ, ഋതുമതിയാകുന്ന കാലഘട്ടങ്ങളിൽ, അതുപോലെ തന്നെ ഏകാദശി, ത്രയോദശി ദിവസങ്ങളിൽ ഇത് പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. അതിന് കാരണമുണ്ട്. അധമന്മാർ ജനിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇരട്ട ദിവസങ്ങളിലാണ് സംഭവിക്കുന്നതെങ്കിൽ, ഒറ്റ ദിവസങ്ങളിലാണ് സംഭവിക്കുന്നതെങ്കിൽ അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ മറ്റൊന്നുകൂടി അവിടെ ഓർമ്മിപ്പിക്കുകയാണ്, സയൻസിലേക്കും കൂടെ ഞാനൊന്ന് പോവുകയാണ്. നിങ്ങൾക്കറിയാം, XX ക്രോമസോമും അതുപോലെ തന്നെ XY ക്രോമസോമും. XX ക്രോമസോം ആണ് എന്നുണ്ടെങ്കിൽ ഫീമെയിലിനെയും, അതുപോലെ തന്നെ XY ആണെന്നുണ്ടെങ്കിൽ മെയിലിനെയാണ് പ്രതികരിക്കുന്നത്. ആൺകുട്ടി ഉണ്ടാവും XY എന്ന് പറയുന്നത്. XX ആണെങ്കിൽ പെൺകുട്ടി ഉണ്ടാവും, അല്ലേ? അങ്ങനെ ഇവിടെ ഒറ്റ ദിനങ്ങളിലാണ് സംഘം നടക്കുന്നത് എങ്കിൽ പെൺകുട്ടിയും, ഇരട്ട ദിനങ്ങളിലാണെങ്കിൽ ആൺകുട്ടിയും ഉണ്ടാകും എന്ന് പഴമക്കാർ വിശ്വസിച്ചപ്പോൾ അതിൻ്റെ കൂടെ അവർ ഒന്നുകൂടി പറഞ്ഞു, പുരുഷ ബീജം അധികമാണെങ്കിൽ ആൺകുട്ടിയും സ്ത്രീ ബീജം അധികമാണെങ്കിൽ പെൺകുട്ടിയും, രണ്ടും തുല്യമാണെങ്കിൽ ഇരട്ടകളോ നപുംസകങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുകൂടി പഴമക്കാർ പറഞ്ഞു വെച്ചു. അവർക്ക് ഇതിൻ്റെ സയൻസിനെ പറ്റി അറിയില്ലായിരുന്നു, പക്ഷേ ഒരുപക്ഷെ അറിയാമായിരുന്നിരിക്കാം. അതുകൊണ്ട് അത് മനസ്സിലാവുന്ന രീതിയിൽ തലമുറയ്ക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തതാകാം. അപ്പോൾ എന്നിരുന്നാൽ പോലും അവർ നിഷിദ്ധമായി കണക്കാക്കിയിരുന്നത് ഋതുമതിയാകുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും സംഗമം പാടില്ല എന്ന് പറയപ്പെടുന്നു. അത് പറയപ്പെടുന്നു എന്ന് മാത്രമല്ല, അതിൽ
അല്ലെങ്കിൽ അത് നിർവഹിച്ച ഒരു പുരുഷൻ ജീവിതത്തിൽ യാതൊരു കാരണവശാലും രക്ഷപ്പെടില്ല എന്നുകൂടി പറയപ്പെടുന്നു. മനസ്സമാധാനമായി ഒരു രാത്രി പോലും ഉറങ്ങാൻ സാധിക്കില്ല, അവൻ അധമനായി തീരും എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ആ ഒരു കാലയളവിൽ അവരെ മാറ്റിക്കിടത്തുകയും പുറത്തൊരു ഏരിയ ഒരുക്കുകയൊക്കെ ചെയ്തത്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും വിവാഹത്തിന് ഇങ്ങനെ കുറേ നിബന്ധനകൾ ഉണ്ടായിരുന്നു, കുറേ ക്രൈറ്റീരിയാസ് ഉണ്ടായിരുന്നു. ഇന്ന് അതൊന്നും ഇല്ല, അല്ലേ? അപ്പോൾ അതിൻ്റെ കുഴപ്പങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാൽ തന്നെയും എല്ലാവർക്കും, വിവാഹം നടക്കാതിരിക്കുന്നവർക്കൊക്കെ വിവാഹം നടക്കട്ടെ, ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും. വിവാഹത്തെക്കുറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, വിവാഹങ്ങൾ എത്ര തരമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിരുന്നാലും എല്ലാവരും സന്തോഷമായി സുഖമായി ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.